അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവരുടെ തിരച്ചിലിനായി തിങ്കളാഴ്ച ആധുനിക ഡ്രഡ്ജർ എത്തിക്കും. ഇന്നത്തെ തെരച്ചിലിൽ ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തി. എന്നാൽ ഇത് അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ലഭിച്ച കയറിന്റെ ഭാഗങ്ങൾ ലോറിയുടേതാണെന്ന് ഉടമ മനാഫ് പറഞ്ഞു. രണ്ടാം ഘട്ട ഷിരൂർ ദൗത്യത്തിന്റെ രണ്ടാം ദിനമായ ഇന്നും തിരച്ചിലിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. നാവികസേനയും NDRFും മാൽപേ ടീമും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ വാഹനങ്ങളുടെ ലോഹഭാഗവും കയറും കണ്ടെടുത്തു. എന്നാൽ കണ്ടെടുത്ത ലോഹഭാഗം തന്റെ വാഹനത്തിന്റേതല്ലെന്ന് ഉടമ മനാഫ് അറിയിച്ചു. മരം കെട്ടാൻ ഉപയോഗിച്ച കയർ വാഹനോടമ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ടാങ്കർ ലോറിന്റെ ബമ്പറാണിത്. തിരച്ചിലിന്റെ പുരോഗതി വിലയിരുത്താൻ ഇന്ന് കലക്ടറുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്നു. തിരച്ചിലിന് പ്രതിസന്ധിയായി നിൽക്കുന്ന പുഴയിലെ മണ്ണ് നീക്കാൻ ഗോവയിൽ നിന്ന് അത്യാധുനിക മണ്ണുമാന്തി യന്ത്രം എത്തിക്കാനാണ് തീരുമാനം. തിങ്കളാഴ്ച മുതൽ ഈ യന്ത്രം ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം ആരംഭിക്കും. 50 ലക്ഷം രൂപയാണ് ചെലവ്. ഇത് കലക്ടറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും തീരുമാനമായി. ടെക്നിക്കലായി കൊണ്ടുവരാനുള്ള തടസ്സങ്ങൾ മുഴുവനും നീക്കിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ കമ്പനിയിൽ നിന്ന് ഈ ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തതും അതിൻ്റെ അഡ്വാൻസ് അടക്കം ഇന്നത്തെ മീറ്റിംഗിൽ തന്നെ സ്പോട്ടിൽ അവർക്ക് കൈമാറി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സർക്കാർ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അർജുന്റെ കുടുംബം പ്രതികരിച്ചു. ഇപ്പോൾ അവർ കൊണ്ടുവരാൻ പോകുന്നത് കുറച്ച് ഹെവി ഡ്യൂട്ടി ഡ്രഡ്ജർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിവിടെ കൊണ്ടുവരാനുള്ള സാങ്കേതികത്തെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് നാളെ തിരച്ചിലുണ്ടാവില്ല. മറ്റന്നാൾ മുതൽ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ പുനരാരംഭിക്കും. മീഡിയ 1 അങ്കോല.